ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇന്ന് മഴ നല്ല കുറവാണ് കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്, മഴയൊക്കെ കുറവുണ്ടോ? അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് ഇന്ന് കാലാവസ്ഥ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കാലത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കുറച്ച് തിരക്കിലാണ്. അപ്പോൾ തേങ്ങ ഞാനിവിടെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ വരണ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുടിച്ചതല്ല, അത് നല്ലതാണോ മധുരമുള്ളതാണോ എന്നൊക്കെ ഒന്ന് നോക്കിയതാണേ. പൊന്നൂസ് വന്നത് കുടിച്ചിട്ട് പോയിട്ടോ. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ദിവസം മുന്നേ ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എനിക്ക് എടുക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ ഇന്ന് അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരി ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നീർദോശയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വരെ ട്രൈ ചെയ്തിട്ടില്ല, ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതാണല്ലോ. അപ്പോൾ ഇതേ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ലൂസുള്ള ഒരു ടൈപ്പ് മാവാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കട്ടിയായിട്ട് തോന്നിയപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഇത് നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദോശയൊക്കെ വേഗം ഉണ്ടാക്കിയെടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് എന്തെങ്കിലും കറിയാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി ആവുമ്പോൾ അടിപൊളിയല്ലേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മുട്ട ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് നമ്മുടെ കുക്കറിൽ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് 2-3 വിസിൽ കാരണം വരെ ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മുടെ ചായയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചായയും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുക്കറിലുള്ള സവോള നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തുറന്ന് നോക്കിയപ്പോൾ. അപ്പം ഞാനത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തു കേട്ടോ. അതിൽ തന്നെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, ഞാനൊന്ന് മാറ്റി കൊടുത്തു. പിന്നെ ഇച്ചിരി തക്കാളി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറിയും ചായയും നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെയ്ത പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കണം. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിക്കും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ദോശയും ഈ മുട്ടക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പൊന്നൂസിനെ കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അവന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്ന് വെച്ചാൽ ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. മുട്ടക്കറിയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.